Hello friends, it's Shimi from Stock. So welcome back to my channel. So guys, ആദ്യമേ പറയട്ടെ, ഞാൻ ഈ ഡ്രൈവിംഗ് ലൈസൻസ്, വിസ അല്ലെങ്കിൽ കാറിന്റെ മെക്കാനിക്ക് അല്ലെങ്കിൽ വണ്ടി പാസ് ചെയ്ത് കൊടുക്കുന്ന ആള് ഇത്തരത്തിലുള്ള ഒരു ഭാഗത്തും വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. എന്റെ ഫീൽഡ് IT ഫീൽഡാണ്. ഓക്കെ, എനിക്ക് ഉണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ഞാൻ എന്റെ ചാനലിലൂടെ ഞാൻ പറയാറുള്ളത്. ബിക്കോസ് ഇതിന് മുന്നേ ഞാൻ വിസനെ കുറിച്ച്, ഫാമിലി വിസനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു ഞാൻ വിസ മറ്റേ കാരനാണോ, പിന്നെ അതേപോലെ തന്നെ അറ്റസ്റ്റേഷനെ കുറിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അവർ ചോദിച്ചിരുന്നു ഞാൻ അറ്റസ്റ്റേഷൻ ചെയ്യുന്ന വർക്കുകളൊക്കെ ചെയ്യുന്ന ടൈപ്പ് സെന്റർ ആണോ, അങ്ങനെയൊക്കെ എല്ലാവരൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്നുമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ ഞാൻ ഇവിടെ പങ്കുവെക്കാറുണ്ട്. അതുപോലെ എൻ്റെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ഞാൻ അവിടെ പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് മറ്റേ എൻ്റെ വീഡിയോസിന് എന്തെങ്കിലും മറ്റേ കമൻറ്റ്സ് നിങ്ങൾക്ക് പറയണമെങ്കിൽ ഞാൻ ഇങ്ങനെ മാറ്റിയെടുക്കണം, അങ്ങനെ മാറ്റണം എന്നൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, നിങ്ങൾ ഇവിടെ ഇപ്പോൾ ചൂടുകാലം, ഇവിടെ ഇപ്പോൾ മാസം സെപ്റ്റംബർ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ചൂടുകാലത്ത് നിന്ന് നമ്മളിങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ചൂടുകാലം വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പ്രയോജനപ്പെടുന്നത് ഞാൻ മറ്റേ കരുതുന്നു. ഇത് വർക്ക്ഷോപ്പായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണെങ്കിൽ അവർ ഈ വീഡിയോ കാണണമെന്നില്ല, അല്ലെങ്കിൽ മെക്കാനിക്കലായിട്ട് കുറച്ച് അറിവില്ലവർ ഈ വീഡിയോ കാണണമെന്ന് എനിക്ക് പറയുന്നില്ല. അതായത് കാറിന്റെ വർക്ക്ഷോപ്പൊക്കെ ആയിട്ട് ബന്ധമുള്ളവരാണെങ്കിൽ ഈ വീഡിയോ കാണണമെന്നില്ല. ഓക്കെ, പക്ഷെ ചില കാര്യങ്ങളെ കുറിച്ചിട്ട് പറയാനാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ വണ്ടിയുടെ കാറിന്റെ AC കംപ്രസർ കേടുവരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ബിക്കോസ് ഓഫ് ഇവിടുത്തെ ക്ലൈമറ്റ്, നിങ്ങളുടെ യൂസിങ് സ്റ്റൈല് അല്ലെങ്കിൽ അറിവില്ലായ്മ, അത് പല കാരണത്താൽ നിങ്ങളുടെ വണ്ടിയുടെ AC കംപ്രസർ കേടുവരാൻ സാധ്യതയുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ മെക്കാനിക്കൽ എന്നല്ല, ഞാൻ വീണ്ടും പറഞ്ഞു, ഞാൻ ഒരു കാർ മെക്കാനിക്കൽ അല്ല, പക്ഷേ എനിക്ക് അറിയുന്ന കുറച്ച് മറ്റേ കാര്യങ്ങൾ നിങ്ങൾക്ക് മറ്റേ പങ്കുവെക്കാനാണ്. ഇവിടെ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കാറിന്റെ AC കംപ്രസർ കേട് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒറിജിനൽ പുതിയ സാധനം മേടിച്ചേക്കാൻ നല്ലൊരു എമൗണ്ട് ആവും. ഓക്കെ, ഇനി ഒറിജിനൽ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യം മാർക്കറ്റിൽ പോയിട്ട് തരേണ്ടത് ഇപ്പോൾ ഒറിജിനലിന്റെ യൂസർ ഉണ്ടോ എന്നതിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് തരേണ്ടത്. നിങ്ങളുടെ എക്കണോമിക്കൽ റേഞ്ച് കിട്ടണമെങ്കിൽ ഒരു 1000 ദിറത്തിന്റെ ഉള്ളിൽ, ഒരു 600-700 ദിറത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് മറ്റേ കിട്ടുന്നതാണ് യൂസർ. അല്ലെങ്കിൽ പ്രൈസ് വേരിയേഷൻ ഉണ്ടാവും, കാരണം യൂസറാണ്. അവർ പറയുന്ന റേറ്റ് എന്താ വെച്ചാൽ അതാണ് അതിന്റെ റേറ്റ്. ഓക്കെ, അപ്പോൾ ഒറിജിനലിന് നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ യൂസർ ഒറിജിനൽ ആദ്യം തരിക. എന്നിട്ട് നിങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പുതിയത്, പുതിയ ബ്രാൻഡ് ന്യൂ തിജാരി എന്നൊക്കെ പറയും, യൂസർ സാധനം ബ്രാൻഡ് ന്യൂ നിങ്ങളിവിടെ മറ്റേ തിജാരി എന്നൊക്കെ പറയും. നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് സാധനം, ഓക്കെ, അതായത് കോപ്പി ഒക്കെ പറയില്ലേ, ഒന്ന് ഒറിജിനൽ ആയിരിക്കില്ല, ഇന്ന് ഒറിജിനലിനെ പോലത്തെ സാധനം ആയിരിക്കും. അങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾ മറ്റേ തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് മാർക്കറ്റിൽ. അതിന് റേറ്റ് ഉണ്ട്, പല ബ്രാൻഡ്സ് അവൈലബിൾ ഉണ്ട്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ഡെൻസോ ആണ്. ഇതൊരു പ്രൊമോഷനൊന്നുമല്ല, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയാണ്. ഞാൻ 1-2 വട്ടം എൻ്റെ കംപ്രസറൊക്കെ ഞാൻ മാറ്റി വെക്കി. ഒക്കെ 1 മാസം 2 മാസം കൊണ്ട് പോയി. ചൈനീസ് സാധനങ്ങൾ എടുക്കരുത്. നിങ്ങൾ ഡെൻസോ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് ഉണ്ട് ഇവിടെ. ആ ബ്രാൻഡ് ഇറക്കുന്ന മറ്റേ സ്പെയർ പാർട്സ് പുതിയത് എടുക്കുകയാണെങ്കിൽ ആ സാധനങ്ങൾ ഇറക്കുന്നത് മാക്സിമം എടുക്കുക. അതാകുമ്പോൾ ഒറിജിനലിന്റെ അത്ര ഒന്ന് എഫക്റ്റീവ് മറ്റേ കിട്ടിക്കൊള്ളുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് ഒരുവിധം നല്ല രീതിയിൽ ഉപയോഗിച്ച് കൊണ്ടാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇത്ര സാധനങ്ങൾ മെജോറിറ്റി നിങ്ങളിപ്പോൾ അബുദാബിക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ അവിടെയൊക്കെ റേറ്റ് അന്വേഷിക്കുക. അവിടെ ഒന്ന് റേറ്റ് അന്വേഷിച്ച് നിങ്ങൾക്ക് മറ്റേ കിട്ടുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഷാർജയിൽ അന്വേഷിക്കാവുന്നതാണ്. ഞാൻ വേണമെങ്കിൽ ഒരാളുടെ കോൺടാക്ട് നമ്പർ ഇതിൽ മറ്റേ കൊടുക്കുക. അയാൾ ട്രസ്റ്റബിൾ ആണ്, അയാൾ ഒരു അറബി പേഴ്സൺ ആണ്, പക്ഷെ ആൾക്ക് ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെയർ പാർട്സ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയാളോട് ഡയറക്റ്റ് വാട്സാപ്പിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആളുടെ അവൈലബിലിറ്റി അനുസരിച്ച് ഇപ്പോൾ സെപ്റ്റംബർ ഇന്നത്തെ ഡേറ്റ്, ഇന്ന് മറ്റേ സെപ്റ്റംബർ 14 തീയതിയാണ്. ഇന്നത്തെ ഡേറ്റിൽ അയാൾ ഇവിടെ അവൈലബിൾ ആണ്. അയാൾക്ക് അവിടെ ഗ്യാരേജൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഫിക്സ് ചെയ്യണമെന്നില്ല. വാട്സാപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഏത് എമിറേറ്റ് ആണെങ്കിലും സാധനം എത്തിച്ചു തരുന്നതാണ്. ഒരു തുച്ഛമായിട്ടുള്ള ഒരു കൊറിയർ ചാർജ് ഒക്കെ മറ്റേ അതിലും വേണ്ടി കൊടുത്താൽ മതി. എനിക്കും ഇയാളെ കിട്ടിയത് എൻ്റെ ഫ്രണ്ട് മുഖാന്തരമാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു വർക്ക്ഷോപ്പുകാരനോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇത് കേൾക്കണമെന്നില്ല, കാരണം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവും. ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ്, ഈ ഒരു വീഡിയോക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന വ്യൂവേഴ്സ് പ്രൈവറ്റ് ആയിട്ട് കാർ യൂസ് ചെയ്യുന്ന അത്യാവശ്യം നല്ല രീതിയിൽ മേച്ചുണ്ടാകാൻ വേണ്ടിയിട്ട്, അതായത് കാറിനെ അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ എക്കണോമിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലൈഫ് ഹാക്ക്, ഓക്കെ, അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉദ്ദേശിച്ചിട്ടുള്ളൂ. സോ if you feel this video is helpful, please share with your friends and family. So thanks for watching. Bye.